ഹൃദയവികാരങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളി വിഷയവും വിവാദങ്ങളും ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസം ആർജിക്കേണ്ടത് വിശ്വാസികളുടേതാണ്. ആ വിശ്വാസികൾക്കിപ്പോ പിണറായി വിജയൻ സർക്കാരിൽ യാതൊരു വിശ്വാസവും ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. അത് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആ വിശ്വാസത്തിന് ഭംഗം സംഭവിച്ചത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംഭവിച്ചതാണ്. അവിടേക്ക് ആചാരലംഘനം നടത്താൻ വേണ്ടി ഇവർ ആരൊക്കെയാണ് അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയത്, എങ്ങനെയാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളെ തല്ലിച്ചതച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. നവോത്ഥാനം അതിനുണ്ടാക്കിയവരാണല്ലോ. എന്തിനായിരുന്നു നവോത്ഥാനം? അതിൽ ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ വിപ്ലവം കൊണ്ടുവരാൻ വേണ്ടി രണ്ട് അനാർക്കിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള രണ്ട് യുവതികളെ അങ്ങോട്ട് DYFI പോലീസുകാരുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ അവരുടെ അവസ്ഥ എന്താ? ഈ ബിന്ദു അമ്മണിയുടെയും കനകദുർഗയുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഈ പിണറായി വിജയനെ വിശ്വസിച്ച് അങ്ങോട്ട് കയറി പോയതാണല്ലോ. ഇപ്പോ അതേ CPM, നവോത്ഥാനം അതിലുണ്ടാക്കി അതേ CPM ഇപ്പൊ നടത്തുന്ന എന്താ? ഇപ്പോ വിശ്വാസ സംഗമം നടത്തുന്നു, അയ്യപ്പ സംഗമം നടത്തുന്നു.